നമസ്കാരം, ചാരൂസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു യാത്ര പോയാലോ? ആന്ധ്രാപ്രദേശിലെ അനന്തപൂർ ഡിസ്ട്രിക്റ്റിലെ ലേ പക്ഷി എന്ന സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ യാത്ര പോകുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് 120 കിലോമീറ്റർ ആണ് അവിടേക്കുള്ളത്. ബാംഗ്ലൂരു, ദേവനഹള്ളി, ബാഗേപ്പള്ളി, ലേ പക്ഷി, അങ്ങനെയാണ് ബാംഗ്ലൂരിൽ നിന്നുള്ള റൂട്ട്. അങ്ങോട്ട് 2 മണിക്കൂറാണ് കാറിൽ യാത്രയുള്ളത്. പോകുന്ന വഴിയിൽ നമുക്കൊന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനും വേണ്ടി നിർത്തിയാലോ? ദീപാവലിയുടെ സമയത്താണ് ഞങ്ങൾ ഈ യാത്ര ചെയ്യുന്നത്. നമ്മൾ ലേ പക്ഷിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന അവിടെ അമ്പലത്തിനടുത്ത് തന്നെ കാർ പാർക്കിങ്ങിനൊക്കെയുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. 15-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ചതാണ് ഈ അമ്പലം. AD 1533 ലേ പക്ഷിയിലുള്ള ശ്രീ വീരഭദ്രസ്വാമി ക്ഷേത്രം പിറവി കൊള്ളുന്നത്. വിജയനഗര സാമ്രാജ്യത്തിലെ ഒരു കാലത്തെ അധിപനായ അച്യുതദേവരായരുടെ കാലത്താണ് ഈ ക്ഷേത്രം ഉയർന്നു പൊങ്ങിയത്. അദ്ദേഹത്തിന്റെ 2 ഗവർണർമാരായ വിരൂപണ്ണ നായകയും വീരണ്ണ നായകയുമാണ് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചത്. ക്ഷേത്രം മുഴുവനും വിജയനഗര വാസ്തുശില്പകലയെ ഓർമ്മപ്പെടുത്തുന്ന കൊത്തുപണികളും മ്യൂറൽ പെയിന്റിങ്ങുകളും ഉണ്ട്. ഇവിടെ മഹാദേവന്റെ പ്രതിരൂപമായ വീരഭദ്രനാണ് പ്രതിഷ്ഠ. സ്കന്ദപുരാണത്തിൽ ഭഗവാൻ ശിവന്റെ ദിവ്യക്ഷേത്രങ്ങളിൽ ഒന്നായി ഇതിനെ പറയുന്നു. ക്ഷേത്രത്തിനെ മുഖമണ്ഡപം, അർദ്ധമണ്ഡപം, ഗർഭഗൃഹം എന്നിങ്ങനെ 3ആയി തിരിച്ചിട്ടുണ്ട്. ഇന്നും പൂജയും ആചാരങ്ങളും ഒക്കെ മുറയ്ക്ക് നടക്കുന്നുണ്ട് ഈ ചെറിയൊരു വലിയ ക്ഷേത്രത്തിൽ. വിശേഷ ദിവസങ്ങൾ ഒഴിച്ചാൽ ഭക്തരെക്കാൾ അധികവും സഞ്ചാരികളാണ് ഇവിടെ എത്താറുള്ളത്. ഇവിടുത്തെ ഏറ്റവും വലിയ അത്ഭുതമാണ് തൂണുകൾ കൊണ്ട് നിറഞ്ഞ ഈ മണ്ഡപം. അതിൽ ഒരു തൂണ് മേൽക്കൂരയിൽ നിന്നും തൂങ്ങിക്കിടക്കുന്ന പോലെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. അതിന്റെ അറ്റം താഴെ തറയിൽ ഉറപ്പിച്ചിട്ടില്ല. ഇവിടുത്തെ വേറൊരു പ്രത്യേകതയാണ് നാഗത്തിന്റെ മുകളിലിരിക്കുന്ന ശിവലിംഗം.
ഇവിടെ പണി പൂർത്തിയാകാത്ത കുറച്ച് സ്ഥലങ്ങൾ കാണാം. അതിനെ കല്യാണ മണ്ഡപം എന്നാണ് പറയുന്നത്. ഇതിന്റെ പണി പൂർത്തിയാവാത്തതിന് പിന്നിലും ഒരു കഥയുണ്ട്. വിരുപണ്ണ നായികയും വീരണ്ണ നായികയും കൊട്ടാരത്തിലെ പണം ഉപയോഗിച്ച് ഈ ക്ഷേത്രം പണി കഴിപ്പിച്ചുകൊണ്ടിരുന്നത്. രാജാവ് തിരികെ വന്നപ്പോൾ അദ്ദേഹം അനുവദിച്ചതിൽ കൂടുതൽ പണം ചിലവായതുകൊണ്ട് കല്യാണ മണ്ഡപത്തിന്റെ പണി നിർത്തിവെക്കാൻ ഉത്തരവിട്ടു. അതാണ് ഈ മണ്ഡപം ഇന്നും പണി പൂർത്തിയാവാതെ കിടക്കുന്നത്. ഇവിടുന്ന് നോക്കുമ്പോൾ ദൂരെ ഒരു പാറയുടെ മുകളിൽ ഒരു പക്ഷിയുടെ രൂപം കാണാം. ഈ സ്ഥലത്തിന് ലേ പക്ഷി എന്ന പേര് വന്നത് ആ കാണുന്ന പക്ഷിയുടെ രൂപവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ഈ സ്ഥലത്തിന്റെ ഐതിഹ്യം പറയുന്നത് സീതയെ രാവണൻ തട്ടിക്കൊണ്ടു പോകുന്ന വഴി പക്ഷിരാജാവായ ജടായു സീതയെ രക്ഷിക്കാൻ പോവുകയും രാവണൻ ജടായുവിന്റെ ചിറകരിഞ്ഞ് വീഴ്ത്തുകയും ചെയ്യുകയുണ്ടായി. ഇവിടെയുള്ള ആളുകളുടെ വിശ്വാസ പ്രമാണം ജടായു അന്ന് വന്ന് വീണത് ഈ സ്ഥലത്താണെന്ന. ശ്രീരാമൻ സീതയെ തിരഞ്ഞിറങ്ങിയ വഴിയിൽ ജടായുവിനെ കാണുകയും ഈ സ്ഥലം ലേ പക്ഷി എന്നറിയപ്പെട്ടത്. ഈ കാണുന്ന പാറയുടെ മുകളിലാണ് ജടായുവിനെ രാവണൻ ചിറകരിഞ്ഞ് വീഴ്ത്തിയതെന്നാണ് ഇവിടെയുള്ള ജനങ്ങളുടെ വിശ്വാസം. ഈ കാണുന്ന നന്ദിയുടെ രൂപം ഇവിടുത്തെ വലിയൊരു പ്രത്യേകതയാണ്. ഈ രൂപമാണ് നമ്മളെ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നത്. ഇതൊരു സിംഗിൾ ഗ്രാനൈറ്റ് സ്റ്റോണിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യയിലെ തന്നെ നന്ദിയുടെ വലിയ പ്രതിമകളിൽ ഒന്നാണ്. ഇതിന് 27 അടി പൊക്കവും 15 അടി നീളവുമാണ് ഉള്ളത്. ഇതിലെ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു.